അരികിൽ രചന ലക്ഷ്മി. അവതരണം സാലിം കരുളായി. നീ വല്ലതും ചോദിച്ചോ? ചോദിക്കുന്നതിന് മറുപടി വല്ലതും കിട്ടണ്ടേ? അതുകൊണ്ട് ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി. ഇനി വേണമെങ്കിൽ ഇങ്ങോട്ട് ഒന്ന് പറയട്ടെ. ഡെവിയും ജോയിയും ഇന്ന് രാവിലെ എത്തി. അവർ വന്നപ്പോൾ തൊട്ട് വൈകിയും മോളിക്കുട്ടിയും എന്ത് കാര്യത്തിനാ പോയതെന്ന് ചോദിച്ച് പിറകെ നടപ്പാണ്. അതിന് മാത്രം രണ്ടെണ്ണം ഉത്തരം കൊടുക്കുന്നില്ല. അതിൻ്റെ കലിപ്പിലാണ് അവർ. അപ്പോഴാണ് അന്ന അവിടേക്ക് ഓടി വന്നത്. അമ്മേ, പാപ്പ പറഞ്ഞു ഞാവല്ല മേഞ്ഞന് ചോട് വെച്ച മാക്കില്ലേ? സോഡയല്ല, വേണേ വന്ന് ഇട്ട് കുടിക്കാൻ പറയും നിന്റെ പപ്പയോട്. പപ്പ ചോദിച്ചു പോയിട്ട് വന്നല്ലേ? നല്ല അമ്മയില്ലേ? ആരെങ്കിലും പപ്പയെ കിട്ടിയ പിന്നെ ഞാൻ നിനക്ക് പുറമ്പോക്കാണല്ലോ. എത്ര നേരം കൊണ്ട് ഞാനൊന്ന് ചോദിക്കുക, എന്നതേലും മറുപടി പറഞ്ഞോ? അങ്ങനെയുള്ള ആൾക്ക് ഒരു വെള്ളമില്ല. മോളിക്കുട്ടിയെ നാക്ക് നീട്ടി കാണിച്ച അന്ന അവിടുന്ന് ഓടി. കണ്ടോ, അങ്ങനെ കിട്ടിയപ്പോൾ പെണ്ണിന്റെ ചാട്ടം കണ്ടോ? വൈകിയാണെങ്കിൽ ഇതിനോടൊക്കെ തന്നെ എല്ലാവർക്കും വേണ്ട നാരങ്ങ വെള്ളം എടുത്തിരുന്നു. നീ ഇത് എന്നതിനെ എടുക്കാൻ പോയത്? ഡെവിയോട് മിണ്ടിലെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാം മറന്നോ? അതിന് ഞാൻ ചോദിച്ചാനല്ലേ എടുത്തേ. ഈ ചായ ഞാൻ കൊടുക്കില്ല. മോളിക്കുട്ടി അവൾ ഒടിച്ചു വെച്ച ഗ്ലാസ്സിലേക്കും അവളെയും മാറി മാറി നോക്കി. ഓ, അപ്പൊ ഞാൻ ഡെവിക്ക് കൊടുക്കണം. നീ ഇച്ചായനും നമ്മൾ അവരോട് മിണ്ടത്തുമില്ല. അങ്ങനെ വൈകാതേന്ന് തലകുലുക്കി 2 ഗ്ലാസ് എടുത്ത് ലിവർ റൂമിലേക്ക് നടന്നു. തൊട്ടുപിറകെ മോളിക്കുട്ടിയും. അച്ഛന് വെള്ളം കൊടുത്ത് തിരിഞ്ഞ വൈകിയുടെ മുന്നിലേക്ക് കൈ നീട്ടിയ ഡെബിയെ പുച്ഛിച്ചവൾ ആ ഗ്ലാസ് ജോയിക്ക് കൊടുത്തു. ചോദിച്ച ഉത്തരം പറയാൻ പറ്റാത്തവരെ എന്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കേണ്ട. അങ്ങനെ വേണം മോളെ. ഇവനിത്തിരി അഹങ്കാരം അല്ലേലും കൂടുതലാ. നിനക്കെങ്കിലും എന്നോട് സ്നേഹമുണ്ടല്ലോ. എന്റെ ഭാര്യക്കും അതില്ല. ഓ, അഹങ്കാരമില്ലാത്തൊരാള്. ഇന്നടെ ചെറുക്കാം, ഇതാ നീ കുടിക്ക്. തന്റെ കയ്യിലിരുന്ന ഗ്ലാസ് ഡെവിക്ക് നേരെ അവൾ നീട്ടിയതും അവനും വൈകിയെ നോക്കി പുച്ഛിച്ചു. ഇത്രയും ദിവസം നിങ്ങളെ കാണാത്തതിന്റെ പരിഭവം പറച്ചിലായത് രണ്ടും കൂടെ ഇപ്പതേ കണ്ടപ്പോ പിണങ്ങിയിരിക്കുന്നു. എന്തുവാ പിള്ളേരേത്? ഇതിനേക്കാൾ ഭേദം എന്റെ കുറുമ്പികളാണല്ലോ. അയ്യ അപ്പൂപ്പ, ഈ അമ്മഞ്ഞല്ലേ പഞ്ഞേ? പാപ്പ പഞ്ഞിനെ കയറ്റിപ്പിച്ചോ? അങ്ങായിന്നെ പാപ്പ കയറ്റിപ്പിച്ചാൻ പറ്റാത്തോല. അമ്മ അരീനെ. ആ, അമ്മയും അരീനെ പപ്പയെ കയറ്റിപ്പിച്ചാൻ പറ്റാത്തോനാനെ. അമ്മയെ കയറ്റിപ്പിച്ച് പപ്പേ. പിന്നെന്താ, ഞാൻ എപ്പോഴേ റെഡി. ഡെവി വൈകിയെ നോക്കി പറഞ്ഞതും അവൾ സോഫയിൽ നിന്ന് കുഷ്യൻ എടുത്ത് അവൻ എറിഞ്ഞു. മോളിക്കുട്ടി ആദ്യമേ ഫ്ലവർ വേസ് എടുത്തതുകൊണ്ട് ജോയി ആ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല. എന്താ, ഞങ്ങൾ മാറിത്തരാം. പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർക്കണം 4 പേരും. വാ മക്കളെ, നമുക്ക് മുറിയിൽ പോയി കളിക്കാം. ഞങ്ങളില്ല, ഞങ്ങളും പെങ്ങി ചിറ്റുവാ. ആയേ. കൈ കെട്ടിക്ക് അവൾ മാക്സിമം വീർപ്പിച്ച് നിൽക്കുന്നവരെ രണ്ടിനെയും ജോയിയും ഡെവിയും തൂക്കിയെടുത്തു. 2 പേരും അപ്പൂപ്പൻ്റെ കൂടെ പോയിരുന്ന് കളിക്ക്. അവന്മാരുടെ പിണക്കം മാറ്റിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം. എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടി പാർക്കിൽ പോകുന്നു. അതോ പോവാണ്ടായോ? വേനം വാ അപ്പൂപ്പ, കഴിച്ചാം. അമ്മേ, വേം പേക്കം കാഞ്ഞ് വായഞ്ഞേ. അപ്പൂപ്പൻ്റെ കൂടെ പിള്ളേരെ പോയതും ഡെവിയും ജോയിയും മുഖം വീർപ്പിച്ച് നിൽക്കുന്നവരെ നോക്കി. ഞങ്ങൾ എവിടെ പോയതാ എന്നല്ലേ രണ്ടാൾക്കും അറിയേണ്ടത്? ഞങ്ങൾ കോഴിക്കോട് പോയതാ. കോഴിക്കോട് എന്ന് കേട്ടതും വൈകി ഞെട്ടി അവനെ നോക്കി. തനിക്ക് ഞാൻ തന്ന വാക്ക് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ആദ്യം നമ്മുടെ മിന്നുകെട്ട്, അത് കഴിഞ്ഞ് നമ്മളെ വേദനിപ്പിച്ചവർക്കുള്ള ശിക്ഷ, അതല്ലേ ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ അതിനൊരു മാറ്റം. അവർക്കുള്ള ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ മിന്നുകെട്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ ചാൻ അവനെ കണ്ടോ? ആ കിരണിനെ? അവനെയും വിഷ്ണുവിനെയും എല്ലാം കണ്ടു. പറയ്, എൻ്റെ വേദിക്ക് എന്താ സംഭവിച്ചതെന്ന്. അവൾ അവരെന്തിനാ? ഞാനെല്ലാം പറയാം. നാട്ടിൽ ചെന്നതിന് ശേഷം അവരുടെ പിന്നാലെ പോകാമെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ അവരങ്ങനെ ശ്രദ്ധിക്കാതെ വിടുന്നത് ശരിയല്ലല്ലോ. അതിനാണ് ഇവനോട് കോഴിക്കോട് വരെ പോകാൻ പറഞ്ഞത്. അവർ രണ്ടും നാട് വിടാൻ പ്ലാൻ ചെയ്യുവാണെന്ന് മനസ്സിലായതും പിന്നെല്ലാം പെട്ടെന്നാക്കി. നാട്ടിൽ നിന്ന് ഇവനെ വിളിച്ച് ഞങ്ങൾ രണ്ടും കോഴിക്കോട് നിന്ന് പോയി. അവൻ പറയുന്ന ഓരോ വാക്കുകളും അവൾ ആകാംക്ഷയോടെ കേട്ടിരുന്നു. വിഷ്ണു കോളേജിൽ അത്യാവശ്യം എല്ലാവരും അറിയുന്നൊരു ചെറുപ്പക്കാരൻ. ആർക്കും ഒരു കുറ്റവും അവനെ പറ്റി പറയാനില്ല. അതുപോലെയായിരുന്നു അവനെ കോളേജിലെ പെരുമാറ്റം. കിരൺ വേദിയുടെ ഫ്രണ്ട്, കല്ലിയുടെ ബ്രദർ. പക്ഷേ വിഷ്ണു തന്റെ ബ്രദറാണെന്ന് കല്ലി ആരോടും പറഞ്ഞിരുന്നില്ല. പൊതുവെ ആരോടും അത്ര പെട്ടെന്ന് അടുക്കാത്ത വേദിയോട് വിഷ്ണു കൂടുതൽ അടുപ്പം കാണിച്ചു. സംസാരിക്കാൻ കഴിയാത്തതാണ് അവളെ വേദനിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കിയവന് തൻ്റെ അമ്മയും സംസാരിക്കലും നമ്മളോട് കള്ളം പറയുന്നു. കിരൺ അപ്പോഴേക്കും കല്യ വഴി അവളോട് അടുക്കുന്നു. ഒടുവിൽ അവർ വിചാരിച്ചതുപോലെ തന്നെ വിഷ്ണുവുമായി വേദി ഇഷ്ടത്തിലാവുന്നു. അതുകൊണ്ട് തന്നെ പഠനത്തിൽ അവളുടെ ശ്രദ്ധ കുറയുന്നു. വീട്ടിലേക്ക് സ്ഥിരമായി വിളിക്കുന്നയാൾ പിന്നീട് വിളിക്കാതെയാവുന്നു. ഈ സമയമാണ് താൻ വേദിയെ കാണാനായി കോഴിക്കോട് ചെല്ലുന്നത്. വേദി അവളുടെ പ്രണയം തന്നോട് വെളിപ്പെടുത്തിയെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അന്ന് കിരൺ തന്നെ കൺവിൻസ് ചെയ്യാൻ വന്നത്. അതിലൊരു പരിധിവരെ അവൻ വിജയിച്ചു. അവരെ പൂർണ്ണമായും അവൾ വിശ്വസിക്കുന്നു ഉറപ്പായ സമയം
പ്ലാൻ ചെയ്തതുപോലെ വിഷ്ണുവിൻ്റെ അടുത്തേക്കെന്നും പറഞ്ഞ് കിരൺ വേദിയെ കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നതും കണ്ണുനീർ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. വൈകിയുടെ അവസ്ഥ വരെ 3 പേരെയും വല്ലാതെ വിഷമിപ്പിച്ചു. എന്തിനായിരുന്നു അവന്മാര്? ചോദിക്കാൻ വന്നത് പൂർത്തിയാക്കാൻ കഴിയാതെ അവൾ നിർത്തി. അവരുടെ ചതിയിൽപ്പെടുന്ന ആദ്യത്തെ ആളല്ല വേദി. അവൾക്ക് മുമ്പേ അതേ കോളേജിൽ ഒരുപാട് പെൺകുട്ടികൾ അവളുടെ വലയിൽ വീണിട്ടുണ്ട്. പക്ഷേ അവരാരും നാണക്കേട് ഭയന്നൊന്നും പുറത്തു പറഞ്ഞില്ലെന്ന് മാത്രം. ഞങ്ങൾ ചെയ്തതുപോലെയല്ലേ? അവരിൽ ആരെങ്കിലും ഒരാൾ അതൊന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ പേര് രക്ഷപ്പെടുമായിരുന്നു. വേദിയും അവന്മാർ നിങ്ങൾ എന്നതാ ചെയ്തത്? കൊന്നു കുഴിച്ചു മൂടണം പന്നകളെ. വൈകയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മോളിക്കൂട്ടി പറഞ്ഞതും ഡെബിയും ജോയിയും പരസ്പരം നോക്കി. ഞങ്ങളെക്കാൾ യോഗ്യതയുള്ളവർ അത് ചെയ്തിട്ടുണ്ടടി. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് നീറി അനുഭവിച്ചിട്ടാ 2 പേരും ഈ ലോകം വിട്ട് പോയിരിക്കുന്നത്. അവന്മാരെ അപ്പോ ആരാ? ഞാൻ ചെയ്യുമായിരുന്നല്ലോ. എന്റെ കൈകൊണ്ട് എനിക്ക് പറഞ്ഞു വിടണമായിരുന്നു. എന്റെ വേദി അനുഭവിച്ച വേദനകൾക്ക് ഒന്നുറക്ക കരയാൻ പോലും ആകാതെ ആ പാവം ഉള്ളിൽ അലമുറയിട്ടതിന് ഞാനല്ലേ പകരം ചോദിക്കേണ്ടത്? പറയും, ഞാനല്ലേ പറയാൻ? തന്റെ ഷർട്ടിൽ പിടിച്ച് ചോദിക്കുന്നവളെ ഡെവി ചേർത്ത് പിടിച്ചു. എനിക്ക് മനസ്സിലാവും ഈ വേദന. പക്ഷേ അവിടെ ഞങ്ങളെക്കാൾ, ഒരുപക്ഷെ തന്നേക്കാൾ യോഗ്യതയുള്ള ഒരാൾ ഉണ്ടായിരുന്നു. ആ ശിക്ഷാവിധി വിധിക്കാൻ അർഹതയുള്ള ഒരാൾ. അവന്മാർ കാരണം ജീവിതവും സ്വപ്നവും എല്ലാം നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി. വൈക മനസ്സിലാവാതെ അവനെ നോക്കി. ദേവിക. വേദിയ കോളേജിൽ വരും മുമ്പാണ് ദേവിക അവിടെ പഠിച്ചത്. വിഷ്ണുവിന്റെ ബാച്ച്മേറ്റ്. അച്ഛനില്ലാതെ ദേവികയ്ക്ക് എല്ലാം അമ്മയായിരുന്നു. ആരോടും അധികം സംസാരിക്കാനൊന്നും പോകാത്തൊരു കുട്ടി. അവളെയും അമ്മമാർ കെണിയിലാക്കി. ഒടുവിൽ വേദിയെ പോലൊരു കുറ്റിക്കാട്ടിന്നാ അവളെയും കിട്ടിയത്. പേപ്പട്ടിയെ കൊല്ലും പോലെ കൊല്ലണം നായ്ക്കളെ. അതങ്ങനെ തന്നെയാണ് ഈ കൊന്നത്. ഞങ്ങളെ ഒന്ന് കൊന്നതാന്ന് അവന്മാര് കെഞ്ചുന്നത് വരെ നരകിപ്പിച്ചു. അവന്മാരാൽ ജീവിതം നശിപ്പിച്ച പെൺകുട്ടികൾക്ക് വേണ്ടി വേദിക തന്നെ അത് ചെയ്തു. അന്നത്തെ സംഭവത്തിൽ ഒരിറ്റ് ജീവൻ മാത്രമേ അവളിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. മാധ്യമങ്ങൾ അവളുടെ വാർത്ത കൊട്ടിയാഘോഷിച്ചു. അവർക്കൊരാഴ്ചത്തേക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ട ഒരു വാർത്ത മാത്രമായി അവൾ. മറ്റൊരു വാർത്ത വന്നപ്പോൾ അതും കഴിഞ്ഞു. പണത്തിന്റെ മുന്നിൽ പോലീസും കേസും എല്ലാം ഇല്ലാതായി. ചെയ്ത ദ്രോഹങ്ങൾക്ക് പുറമെ അവളുടെ വലത്തേക്കാൽ കൂടി അവൻ മരങ്ങെടുത്തു. മകളുടെ ജീവിതം നശിപ്പിച്ചതും അവളെ ലോകത്തിന് മുന്നിൽ ഇരയെന്ന് വാഴ്ത്തപ്പെടുന്നതും കേട്ട് ആ അമ്മ ജീവനൊടുക്കി. ഇനി താൻ പറയും, അവളേക്കാ യോഗ്യത ആർക്കാണുള്ളത്? വിഷ്ണുവിന്റെ പിന്നാലെ പോയപ്പോഴാണ് അതേ കോളേജിൽ നടന്ന ഈ ഇൻസിഡന്റ് മുന്നിൽ വന്നത്. അങ്ങനെ ദേവികയെ അന്വേഷിച്ചായി പിന്നീട് യാത്ര. ഇന്ന് അവൾ ഓർഫനേജിൽ ഒരുപാട് കുഞ്ഞു മക്കളോടൊപ്പമാണ്. ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞതും അവൾ ആദ്യം പറഞ്ഞത് അവർക്കുള്ള ശിക്ഷ അതെനിക്ക് കൊടുക്കണമെന്ന് മാത്രമാണ്. അവന്മാരെ ദേവിയയ്ക്ക് മുമ്പിൽ എത്തിക്കും മുമ്പ് വേദിക്ക് വേണ്ടി കൊടുക്കാനുള്ളതെല്ലാം ഞങ്ങൾ കൊടുത്തു. 1000 വട്ടം അവന്മാർ ജീവിതം നശിച്ച പെൺകുട്ടികളോട് മാപ്പ് പറഞ്ഞിട്ടുണ്ടാവും. അവന്മാരെ എന്നതൊക്കെയാ ചെയ്തത് അത് പറയേ. ജോയി ഡെവിയെ നോക്കി. എന്നിട്ട് വായിക്കുകയും എനിക്കും അറിയണം. അവർ നരകിച്ചത് നേരിട്ട് കാണാൻ പറ്റിയില്ല. പറയേ. ഇവന്റെ പോലീസ് മുറിയായിരുന്നു കൂടുതലും. ഇടിച്ച് ഇഞ്ചപ്പരുവാക്കിയെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ 2 ദിവസം പട്ടിണി കിട്ടു. ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ല. 2ന്റെയും തോലിരിഞ്ഞ് ഉപ്പ് തേച്ചു. ദേഹം മുഴുവൻ പഴുപ്പിച്ച കമ്പി കൊണ്ട് പൊള്ളിച്ചതിലും മുളക് പൊടി ഇട്ടു. എന്നെ കൂടെ വിളിക്കായിരുന്നില്ലേ? 2ന്റെയും മുഖം പിടിച്ച് ആ വീതിയിൽ വെച്ച് ഒരക്കണായിരുന്നു. ആ നാക്കർത്തവന്മാരുടെ കയ്യിൽ കൊടുക്കണം. അത് വെച്ചല്ലേ പാവം കൊച്ചുങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത്. ഇതിനേക്കാൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് ദേവികയെ വിളിച്ചത്. അവൾ വന്ന് കലി അടങ്ങുന്നത് വരെ അവന്മാരാ ബെൽറ്റ് വെച്ച് അടിച്ചു. 2ന്റെയും വലത്തേക്കാൽ തല്ലി ഒടിച്ചു. ഒടുവിൽ അവൾ തന്നെ അത് മുറിച്ചു മാറ്റി. ജീവൻ എടുക്കുമ്പോൾ പോലും അവളിൽ ഒരു അലിവില്ലായിരുന്നു. ഒടുവിൽ എല്ലാം കഴിഞ്ഞ് ചോര നിറഞ്ഞ കൈകളുമായി അവൾ എൻ്റെ മുന്നിൽ വന്നു നിന്നു. അറസ്റ്റ് ചെയ്തോളൊന്നും പറയും പോലെ. എന്നിട്ട് ആ കോച്ചിനെ അറസ്റ്റ് ചെയ്തോ നീ? ദേഷ്യത്തിൽ മോളിക്കൂട്ടി ചോദിച്ചതും ദേവി അവളെ നോക്കി ചിരിച്ചു. എന്നാത്തിനടി? അവന്മാരെ കൊല്ലാൻ വേണ്ടി പോയ ഞാനങ്ങനെ ചെയ്യുവോ? നിയമത്തിന് മുന്നിൽ തെറ്റാണെന്ന് അറിയാം. എങ്കിലും തീപിടുത്തത്തിൽ മരിച്ചവർക്ക് വേണ്ടി ആ കോച്ചിനെ ഞാനതിനെ അറസ്റ്റ് ചെയ്യുന്നത്. അത് കേട്ടതും വൈകയിലും മോളിക്കുട്ടിയിലും ഒരുപോലെ വിജയിച്ചിട്ട് പിരിഞ്ഞു. തനിക്കത് ചെയ്യാൻ കഴിയാത്തതിൽ വിഷമുണ്ടോ? ഇല്ല ചായ, എന്നേക്കാൾ അർഹത ആ കുട്ടിക്ക് തന്നെയാ. എനിക്കൊരാഗ്രഹം കൂടിയുണ്ട്. അത് ചായൻ ചെയ്തു തരണം. ദേവികയെ കാണണമെന്നല്ലേ? നമുക്ക് ഒന്നിച്ചൊരു ദിവസം പോവാം പോരെ? വൈക നന്ദിയോടെ അവൻ്റെ കയ്യിൽ കൈ ചേർത്തു. ഇപ്പം എൻ്റെ വേദി ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ ഡെന്നിയും അവളിപ്പോൾ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നു. അവർ രണ്ടെല്ലാം കാണുന്നുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ജീവിക്കാം. ദേവി അവളെ ചേർത്ത് നിർത്തി നെറ്റിയിൽ ചുണ്ടു ചേർക്കുമ്പോൾ അവളും ആ ചുംബനം കണ്ണുകളടച്ച് സ്വീകരിച്ചു. അതെ, ഇവിടെ വേറെ ആളുകളുണ്ട്. അത് ഓർമ്മ വേണം രണ്ടിനും.
ഇവിടെ നിന്നെ മൈൻഡ് ചെയ്യാത്തിന് ഞങ്ങൾ എന്നാ ചെയ്യണം? നിങ്ങളിവിടെ നിൽക്കുന്നോണ്ടാ, അല്ലേ ഞാനിവിടെ എടുത്ത് കറക്കിയേനെ. ഇല്ലടി മോളിക്കുട്ടി. ആ കറക്കാൻ ഇങ്ങ് പോവാ, അല്ലേലും ഞാനിങ്ങനെ മുരടിച്ച് പോവത്തേ ഉള്ളൂ. കഴിഞ്ഞില്ല നിങ്ങളെ പേക്കം, ഇനി ഞങ്ങൾ ശരിയാക്കിനോ? ചെറിയ പിള്ളേരെ പോലെ വായിക്കുന്നു. ഷെയിം ഷെയിം. എന്നെ അവിടെ ഇരുത്തുന്നില്ല രണ്ടും കൂടി. ഇവിടെ എന്തായി? പറഞ്ഞു തീർത്തോ എല്ലാം? ഉള്ളതുപോലെ പറഞ്ഞ ഓരോടൊക്കും ഉണ്ടാവില്ല അച്ഛാ. അത് ഈ രണ്ടെണ്ണത്തിന് പറ്റില്ലല്ലോ. ഇതൊക്കെ ഒരു രസമല്ലേ എൻ്റെ അച്ഛാ? വെറുതെ അല്ല പിള്ളേർ പറയുന്നത്. അടി കൊടുക്കേണ്ടത് പാപ്പക്കും അമ്മക്കും ആണെന്ന്. ഇനി ഇതുപോലെ വലതും ഉണ്ടായാ ഞാൻ ആ ചോരിലെങ്കിൽ എടുക്കും. നല്ല അടി കൊക്കനെ അപ്പൂപ്പ. കുത്തക്കേത് കുരി എന്താ ചെയ്യാ? ഇവരെ നമ്മച്ച് ചോറ്റിൽ കൊഞ്ച് എരിയാം. ആഹാ അത് ശരി. എന്നാൽ അപ്പൂപ്പനും കൊച്ചുമക്കളും കൂടി ഇവിടെ ഇരിക്കട്ടോ. ഞങ്ങള് പാർക്കിലും ബീച്ചിലൊക്കെ പോവാടാ. നീ വാട ഡേവി. എന്നാലും അത് മതിയടാ. ഇവർക്ക് വാങ്ങിക്കൊടുക്കാന്ന് വെച്ച കളിപ്പാട്ടോ ഉടുപ്പെല്ലാം അവിടെ വേറെ നല്ല പിള്ളേർ കാണും, അവർക്ക് കൊടുക്കാം. അപ്പൊ ഈ അപ്പൂപ്പിനൊരു പഞ്ഞിയാ. ഇവര് വായിക്കൊന്നും പഴയനെ പാവം. എത്ര കഞ്ഞി വഞ്ഞാലേ നല്ല ചീനം കാണും. ജൂച്ചു വേനോ പാപ്പേ? ഞാനങ്ങവല് ഇറ്റിട്ട് തരാം. ഓ വേണ്ട, ഒരെണ്ണം കുടിച്ചതേ ഉള്ളൂ. വേറെ വല്ലതും വേണമെങ്കിൽ ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ വാങ്ങിച്ചോളാം. അപ്പൊ ഞങ്ങളോ? രണ്ടുപേരും അപ്പൂപ്പൻ്റെ കൂടെ ഇവിടെ ഇരുന്നാൽ മതി. ഞങ്ങൾ നോക്കട്ടെ വേറെ നല്ല അമ്പോറ്റി കൊച്ചുങ്ങളെ കിട്ടുമോന്ന്. അതിന് കരയിലല്ലോ, വാവല്ലേ? അമ്മയുടെ വയറ്റിലല്ലേ? ഇവര് വാവുൻ്റെ അമ്മേ. വൈകിയുടെ വയറിൽ കൈവച്ച് ആദ്യം ചോദിച്ചതും ജോയി ഡേവിയെ നോക്കി. അവൻ ഞാനൊന്നും ചെയ്തില്ലെന്ന പോലെ തലയാട്ടി. വൈകി വേഗം തന്നെ ആദ്യയുടെ കയ്യിൽ പിടിച്ചു. എൻ്റെ കുഞ്ഞെ, നിന്നോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ആ വായ കുറച്ചു നേരം അടച്ചു വെക്കുവോ? ഞാൻ അച്ചൂല. പാപ്പം കച്ചിൻ്റെ പാലും കുച്ചനും. വൈകിയാണെങ്കിൽ ഞാൻ തോറ്റു എന്ന പോലെ തലക്ക് കൈവച്ചു. ഇതിനോടൊപ്പം പറഞ്ഞു നിന്നാലേ നമ്മൾ തോൽക്കത്തേ ഉള്ളൂ. നീ വാ, നമുക്ക് തുണി തേക്കാം. അപ്പൊ പാക്കിൽ പോവാഞ്ഞ പാഞ്ഞയോ? അത് വൈകിട്ടല്ലേ. അതുവരെ രണ്ടുപേരും കൂടി ഇത്രയും ദിവസത്തെ സ്നേഹം കൂടി ഇവർക്ക് കൊടുത്തിട്ട് ഇവിടെ ഇരിക്ക്. വാടി. ശ്രീരത്നങ്ങൾ രണ്ടും പോയതും പിള്ളേർ രണ്ടും ഡെവിയുടെയും ജോയിയുടെയും തോളി തൂങ്ങാൻ തുടങ്ങി. ഞങ്ങൾ ഒത്തിരി മിസ് ചെയ്തു. ഞാൻ പപ്പയുടെ മുരി കയറ്റി തരാവേ. അഞ്ഞുകുറ്റി ആ പഞ്ഞും കഴിഞ്ഞോഞ്ഞു വാ. ചീപ്പും വേഞ്ഞും. ആ അന്ന തിരികെ വരുമ്പോൾ കയ്യിൽ ചീപ്പും പണ്ണും ബേബി പൗഡറും ക്രീമും എല്ലാം ഉണ്ടായിരുന്നു. അത് കണ്ട് ഡേവി ജോയിയെ ഒന്ന് നോക്കി. നീ എന്നാ ഇവിടെ ഇരിക്കട്ടോ, എനിക്ക് അത്യാവശ്യമായിട്ട് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. ഇപ്പോഴാ ഓർത്തത്. അപ്പൊ ശരിയേ. എവിടെ പോകുന്നു? അവിടെ ഇരിക്ക്. ദേ ആദി, നിന്റെ പപ്പയെ പിടിച്ചോ, ഇല്ലേ ഇവ ഇറങ്ങി ഓടും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ പൊട്ടി? തൻ്റെ ചെവിയിൽ ഡെബി പറയുന്നത് കേട്ട് ജോയി അവനെ പുച്ഛിച്ചു. മക്കള് മേക്കപ്പ് അവസാനിപ്പിച്ചതും പാപ്പന്മാര് രണ്ടും പരസ്പരം നോക്കി. അമ്മ, മോലിമ, അപ്പുപ്പ ഓതി വായോ. എന്നതാ പ്രശ്നം? ഓടി വന്നവർ അവിടെ ഇരിക്കുന്നവരുടെ കോലം കണ്ട് ഞെട്ടി. അതൊരു പൊട്ടിച്ചിരിയായി മാറാൻ അധിക സമയമൊന്നും വേണ്ടിയിരുന്നില്ല. എല്ലാവരും ചിരിക്കുന്നത് കണ്ടതും പണി ആയുധങ്ങൾ നിലത്തേക്കിട്ട് ബ്യൂട്ടീഷ്യന്മാർ കൈകൊട്ടി ചിരിച്ചു. അയ്യേ, എനിക്ക് ചിരി നിർത്താൻ വയ്യന്റെ കർത്താവേ. ഇവിടെ രണ്ടുപേരൊന്ന് വൃത്തിയായത്. രണ്ടുപേരുടെ ഹെയർ സ്റ്റൈൽ ഒന്നും പറയാനില്ല, അത്രയും പെർഫെക്റ്റ്. എന്നാൽ എൻ്റെ മക്കളെ ഈ പോകിരികളെ ഇങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ. അതിന് ഇരുന്ന് കൊടുക്കാൻ കാണിച്ച നിങ്ങളുടെ മനസ്സ്. പിള്ളേരെന്നതിലെ ആഗ്രഹം പറഞ്ഞ അത് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കണം എന്നല്ലേ വിവരമുള്ളവർ പറയുന്നത്. അതുകൊണ്ടാ അല്ലേടാ? അതെ. രണ്ടുപേരെ കണ്ണീർ ഒഴിച്ചിട്ട് പറയും. വേണമെങ്കിൽ പാർക്കിൽ പോകുമ്പോൾ ഇങ്ങനെ അങ്ങ് പോകാം. ഡെബി എന്തോ പറയാൻ വന്നതും കോളിംബെല്ല് കേട്ടതും ഒന്നിച്ചായിരുന്നു. ജോയിൻ ഡെബി മിണീറ്റ് അകത്തേക്ക് ഓടാൻ നിന്നതും ആദ്യം ചെന്ന് ഡോറ് തുറന്നതും ഒന്നിച്ചായിരുന്നു. പുറത്ത് നിൽക്കുന്ന ആളെ കണ്ടതും ഡെബി ജോയിയെ പിടിച്ച് മുന്നിലേക്ക് നിർത്തി. ആരടാ ഇത്? രാഹുൽ ഉച്ചയോടൊരു ഫയൽ കൊണ്ടുതരാൻ പറഞ്ഞായിരുന്നു, അതിന് വന്നതാ. അവൻ എന്നെ ഇങ്ങനെ കണ്ട എൻ്റെ സകല വിലയും പോകും. നീ മുന്നിൽ നിന്ന് മാറല്ലേ. എനിക്ക് തോന്നുന്നില്ല അവൻ എന്നെ കാണാതിരിക്കൂന്ന്. ദേ അങ്ങോട്ടൊന്ന് നോക്കിയേ. രാഹുലിനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്ന അന്നയെ കാണിച്ചാണ് അവനത് പറഞ്ഞത്. സാറില്ലേ? രാഹുൽ ചോദിച്ചതും വൈകിയും മോളിക്കുട്ടിയും പൊട്ടി വന്ന ചിരി അടക്കി വെക്കാൻ പാടുപെട്ടു. ഒരിഞ്ച് മാറാതെ ജോയിയെ തന്റെ മുന്നിൽ തന്നെ നിർത്തിയിരിക്കുകയാണ് ഡെബി. ഡെബി ദേ പാപ്പയുടെ പിന്നിൽ നിച്ചുന്നു. മാരിപ്പപ്പേ, എന്താല്ലേ ഡെബിയെ കാണൂ. ഈ പാപ്പന്റെ മാരാറ്റെ അങ്ങനെ ഡെബിയെ കാണാൻ പറഞ്ഞിട്ട് പറഞ്ഞ് കേറ്റില്ലേ. ഡെബിയാണെങ്കിൽ അട്ട പിടിച്ചതുപോലെയാണ് ജോയിയെ പിടിച്ചിരിക്കുന്നത്. നിനക്ക് ഇനി ഇതുപോലെ ഒന്ന് കൂടി വേണമെന്നല്ലേ കർത്താവ് ചോദിക്കൂടാ നിന്നോട്? എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത്. നീ എൻ്റെ പിന്നിലാണെന്നെങ്കിലും പറയാം. ഈ വന്നു നിൽക്കുന്നവൻ എന്നെ പറ്റി എന്ത് കരുതും? അവര് രണ്ടും ചെവി കടിച്ച് പറിക്കാൻ തുടങ്ങിയതും വൈകക്കും മോളിക്കുട്ടിയും കാര്യം മനസ്സിലായി.
രാഹുൽ ഇരിക്കൂ, ഈ ചായൻ ഇത്രയും നേരം പിള്ളേരുടെ കൂടെ കളിക്കായിരുന്നു, ഞാൻ കുടിക്കാനെടുക്കാം, അപ്പോഴേക്കും വരും. അതെ മോൻ വാ, നമുക്ക് അവിടേക്ക് ഇരിക്കാം. രാഹുൽ സോഫയിൽ ഇരിക്കാൻ തിരിഞ്ഞതും രവി ജോയിയുടെ പിന്നിൽ നിന്ന് ഒറ്റ ഓട്ടായിരുന്നു മുറിയിലേക്ക്. പെട്ടെന്ന് ഓടി മറിഞ്ഞത് കാണതും രാഹുൽ ഞെട്ടിത്തിരിഞ്ഞു. അതെന്തായിരുന്നു? ആയി പപ്പയാ, ഓച്ചമ്മച്ചിനെ അന്നിട്ട് ഓഞ്ഞു. ഡെവി പോയ വഴിയെ നോക്കി താടിക്ക് കൈയും കൊടുത്ത് ആദ്യം പറഞ്ഞു. ജോയി ആണെങ്കിൽ തൻ്റെ കോലം ഓർക്കാതെ വിഷന്റെ ഒപ്പം രാഹുലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടിരുന്നു. രാഹുലിനെ നോക്കി ചിരിക്കാനും മറന്നില്ല. രാഹുൽ ചിരിക്കണമെന്ന് സംശയിച്ചാണ് ഇരിക്കുന്നത്. ഇനി താൻ കളിയാക്കിയാണെന്ന് വല്ലതും കരുതുവോ? ജ്യൂസുമായി വന്ന മോളിക്കൂടി കാണുന്നത് ഇതാണ്. ഈ ഇച്ചായൻ്റെ ഒരു കാര്യം, പിള്ളേരോട് കളിച്ചോണ്ടിരുന്ന ചുറ്റും നടക്കുന്ന ഒന്നും അറിയില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ പിള്ളേരുടെ പണികൾ. അച്ഛ രാഹുലിന്റെ പെരുന്നോളും. ഈ ചായ മുഖമൊക്കെ കഴുകിയിട്ട് വാ. അതെ സാറ് പോയിട്ട് വരൂ,